നമസ്കാരം, ഞാൻ ദിനേശ് സോപതിക. ഇന്ന് ഒരു ചോദ്യത്തിന്റെ ഉത്തരാണ് പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, അവരുടെ അഡീനിയം തൈകൾ മുളപ്പിച്ചത് കോഡക്സ് അവര് പിന്നെ കൊണ്ടാന്ന് എന്തോ പറഞ്ഞു, കൊണ്ട ഭാഗം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ കോഡക്സിനെയാവും അവർ ഉദ്ദേശിച്ചത്. ഈ ഭാഗം ബോളായി വരുന്നില്ല, വളരെ മെലിഞ്ഞു നിൽക്കുകയാണ്. ബോളായി വരാൻ എന്താ ചെയ്യുന്നത്? അത് നോർമലി വിത്തിട്ട് മുളപ്പിക്കുന്ന എല്ലാ ചെടികളും ബോളായി വരും. പിന്നെ ഈ ബോളാവുന്നതിന്റെ അല്ലെങ്കിൽ അവിടെ ആഹാരം സംഭരിക്കുന്ന പോലുള്ള ഈ ഭാഗം കൂടുതൽ വലിപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാവും ഉദ്ദേശിച്ചത്. നോർമൽ കേസിൽ ഇപ്പൊ ഈ ചെടി ചെറിയൊരു കോഡക്സ് ബോൾ പോലെ വന്നിട്ടുണ്ട്. ഈ ഒരു ചെടി നല്ല കോഡക്സ് ആയിട്ടുണ്ട്. ഇത് ഇതേപോലെ കോഡക്സ് നല്ല വണ്ണം വെച്ച് കിട്ടാൻ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ മണ്ണ് പൊട്ടിച്ച് കളയാതെ ഈ കവർ മാത്രം കളഞ്ഞിട്ട് മേലത്തെ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്ത് വേറൊരു ചട്ടിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു വലിയ പ്ലാസ്റ്റിക് കവറിലേക്ക് നടണം. അതിന് നിങ്ങൾ നോർമലി മണ്ണും മണലും ഒക്കെ ചേർന്ന് പോട്ടിംഗ് മിക്സ് എടുത്തു. ചാണകപ്പൊടി എന്ന് ഉദ്ദേശിക്കുന്നതിന് പകരം ഞാൻ പറയുക എപ്പോഴും മണ്ണിര കമ്പോസ്റ്റ് ആണ്. കുറച്ച് മണ്ണിര കമ്പോസ്റ്റും വേപ്പ് മണ്ണാക്കും കൊടുത്തു. എല്ലുപൊടി കിട്ടുമെങ്കിൽ നല്ല ഉണങ്ങിയ എല്ലുപൊടി. ഇപ്പൊ പൂപ്പൽ വരാൻ സാധ്യതയില്ല, വേനലാണ്. ഒന്ന് ചൂടാക്കിയ വെയിലത്തിട്ട് ഉണക്കിയ എല്ലുപൊടി കുറച്ചെടുക്കുക, അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ്. ഈ വളങ്ങൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നോർമൽ ആദ്യം മണ്ണും മണലും മാത്രം ചട്ടിയുടെ അടിയിൽ കവറിന്റെ അടിയിലിട്ട് കുറച്ച് ഉയരം വരെ അതിട്ടതിന്റെ ശേഷം അതിന് മുകളിൽ ഈ കവർ ഇങ്ങനെ പൊട്ടിക്കുക. ഈ കവർ പൊട്ടിച്ചിട്ട് വെക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം മണ്ണും മണലും മാത്രം മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കല്ലുപൊടി ഇട്ടാൽ മതി. വെട്ടുകല്ലിന്റെ പൊടി ഇട്ടിട്ട് വെട്ടുകല്ലിന്റെ പൊടിയും കുറച്ച് മണലോ മണ്ണോ എന്താ കിട്ടുക വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് ഒരു അരഭാഗം ചട്ടി നിറച്ചിട്ട് അതിന്റെ മേലെ വളം മിക്സ് ചെയ്തിട്ട് കുറച്ചിടുക. എല്ലുപൊടി, വേപ്പ് മണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ കിട്ടുന്ന മറ്റു വളങ്ങൾ എന്തൊക്കെയുള്ള അതൊക്കെ നന്നായി, രാസവളമല്ല കേട്ടോ, ജൈവവളം നന്നായിട്ട് അതിന്റെ മേലേക്ക് ഈ കവർ പൊട്ടിച്ച് ഇങ്ങനെ വെക്കുക. കവർ പൊട്ടിച്ച് വെച്ച് ബാക്കി വളവും മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ കോഡക്സിന്റെ അതുവരെ ഏകദേശം മൂടി വെച്ചിട്ട്, ഞാൻ ചെയ്യുന്ന രീതി കോഡക്സിന്റെ അതുവരെ മണ്ണിട്ട് മൂടി വെക്കും. മൂടി വെച്ചിട്ട് അപ്പൊ ഈ അടിയിൽ നല്ലോണം വളം നമ്മൾ കൊടുക്കണം. ഒരു പിടി എല്ലുപൊടി, ഒരു ലേശം വേപ്പ് മണ്ണാക്കുമല്ല, ഒരു 2 ചിരട്ട 3 ചിരട്ട മണ്ണിര കമ്പോസ്റ്റ് ഇടണം, ഒരു ചിരട്ട വേപ്പ് മണ്ണാക്ക് ഇടണം, ഏകദേശം ഒരു ചിരട്ടയുടെ അടുത്ത് എല്ലുപൊടിയോ അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റോ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കുക. നേരെ കടക്കില്ലല്ല, ഈ മണ്ണ് ഇതിന്റെ മേലെ ഇങ്ങനെ വെക്കില്ലേ, ആ മണ്ണ് ഇതിന്റെ അടിഭാഗത്തൊക്കെ ആയിട്ടാണ് നല്ലോണം വളം കൊടുക്കേണ്ടത്. നേരിട്ട് ഇതിന്റെ കടക്കിലല്ല കൂടുതൽ ഇടണം, കുറച്ച് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ വേരുപടലങ്ങൾ എവിടെയും ഇളകൊന്നും ചെയ്യില്ല. ഈ വേരുപടലങ്ങൾ ഈ മണ്ണിലുണ്ടാവും. ഈ വേരുപടലങ്ങൾ ഈ അടിയിലുള്ള ന്യൂട്രിയന്റ് വേഗം വലിക്കാൻ തുടങ്ങും. അങ്ങനെ വലിച്ചെടുക്കുമ്പോഴാണ് ഇതിന്റെ കോഡക്സ് വണ്ണം വെക്കുന്നത്.